ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് കുറച്ച് പൂരത്തിൻ്റെ വിശേഷങ്ങളായാലോ? അതെ, ഞങ്ങളുടെ മാട്ടായിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊരു 3 മണി 3:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3:30 4 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാ വേലകളും ഏലംകുളം ടൗണിൽ വന്നതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നേരെ പൂരപ്പറമ്പിലേക്ക് പോയി. നമുക്ക് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. വണ്ടിയും കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. പോണ വഴിക്ക് ഒരു ബലൂണൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ആടിപ്പാടി പോയി. ഞാനും ഏട്ടനും ഒപ്പവും അമ്മയും സുജിയും കുട്ടിയും അതേപോലെ അമ്മായി ഉണ്ടായിരുന്നു. ഉണ്ണേൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വേറെ എൻ്റെ അച്ഛൻ്റെ കൂടെ, ഉണ്ണേൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ടീമായിട്ട് പോയി. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ കുറച്ച് പാടത്ത് കൂടെയും റോട്ടിൽ കൂടെയും റെയിൽവേ കൂടെയും ട്രാക്ക് കൂടെയൊക്കെ നടന്നിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് അമ്പലത്തിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 6:30 ആകുമ്പോൾ കണ്ടൊരു സൺസെറ്റാണ് ഇട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ നേരം ആയപ്പോഴേക്കും. അമ്മ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഫോട്ടോ അല്ല പറഞ്ഞപ്പോൾ അമ്മ പോയി. പിന്നെ പാടത്തെക്കൂടെ നടക്കുമ്പോൾ എല്ലാവരും കാണിക്കുമ്പോൾ ഞാനും കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാട്ടി നടന്നു. നല്ല കൊട്ടും പാട്ടൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ഡാൻസ് കളിച്ച് പോകും. ഈ ദൂരത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടത്. എല്ലാ വേലകളും ഇങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചെൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ചേച്ചി ഉണ്ടായിരുന്നു, വർഷ. അങ്ങനെ കുറേ നേരം അവിടുന്ന് കത്തി അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോയി കേട്ടോ. അമ്പലത്തിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. ഫുള്ള് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ വേലകളും കൂടി എത്തിയതിന് ശേഷം എനിക്ക് വെടിക്കെട്ടിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.